അഭിരുചി കിച്ചണിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി കുട്ടികൾക്ക് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള എനർജി ബോൾസ് ആണ്. ഇതിന് പ്രത്യേകിച്ച് കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഡേറ്റ്സ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതേ അളവിൽ തന്നെ 1 കപ്പ് കിസ്മിസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഷുഗറൊന്നും ചേർക്കുന്നില്ല. പിന്നെ വേണ്ടത് നന്നായി പഴുത്ത ഒരു ഏത്തപ്പഴമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ഇതിലേക്ക് ചേർക്കണം. പിന്നെ വേണ്ടത് കുറച്ച് നട്ട്സാണ്. അത് ഞാനിവിടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഡേറ്റ്സ്, അതിൻ്റെ കൂടെ തന്നെ കിസ്മിസ്, ഏത്തപ്പഴം ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് സോൾട്ട്, പിന്നെ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബോൾസാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം വേണം ഇത് നമുക്ക് ഓരോരോ ബോൾസാക്കി എടുക്കാൻ. ബോൾസാക്കി എടുക്കുന്ന സമയത്ത് കൈക്ക് പറ്റാത്ത തരത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. അത്രയും തന്നെ നമുക്കിതിലേക്ക് കോക്കനട്ട് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് എല്ലാ ബോൾസാക്കി മാറ്റി വെക്കാം. ഇനി നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ നട്ട്സിലേക്ക് ഈ ഓരോരോ ഉരുളകളാക്കി ഇട്ടതിന് ശേഷം അത് നന്നായി തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവനായി റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എനർജി ബോൾസ് റെഡിയായി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കൂടി അറിയിക്കുക. ഇനി നല്ലൊരു റെസിപ്പിയോ അടുത്ത വീഡിയോയിലേക്ക് കൂടി കാണാം.